So good morning all. So today's video എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ കാപ്പിയെ കുറിച്ചിരിക്കുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. എല്ലാ ഡേ ഇൻ മൈ ലൈഫും എൻ്റെ സെം എക്സാം ടൈമിലാണ് ഞാൻ ചെയ്യാറ്. ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തത് ഒരെണ്ണം എന്തോ ചെയ്തിട്ടുള്ളൂ ഡേ ഇൻ മൈ ലൈഫായിട്ട്, ഷോർട്സ് എന്തോ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാണ്ട് ഞാൻ കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ വർഷമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തത്. അതും ജൂണിലോ എന്തോ, അതും എൻ്റെ സെം എക്സാം ടൈമിലായിരുന്നു. ഒരു വർഷമായി ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്. സോ എൻ്റെ ചാനൽ തുടങ്ങിയിട്ടും ഐ തിങ്ക് ഒരു 1 year ആവുന്നു. പക്ഷേ ഹൈപ്പും കുറവാണ്. വിചാരിച്ച വണ്ടികൾ കിട്ടേണ്ടതായ രീതിയിലുള്ള ഒരു നമ്മുടെ ചാനലിന് ഒരു വളർച്ച എത്തിയിട്ടില്ല. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഓൾട്ടർനേറ്റീവായിട്ടാണ് വീഡിയോസ് ഇടുന്നത്. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, മാക്സിമം നടക്കുന്നുണ്ട്. ഇന്നത്തെ വേറെ പ്രശ്നം എന്ന് പറയുമ്പം ഇന്നെനിക്ക് ചെയ്യാനുള്ളത് വേറൊന്നുമല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ കുറച്ച് പണികളും ഫുഡായാലും ഒക്കെ മേക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു കഞ്ഞി ഉണ്ടാക്കാമെന്ന്. കാര്യം എനിക്ക് കറിയൊന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂഡ് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ആൻഡ് പിന്നെ കാപ്പി ഉണ്ടാക്കി രാവിലെ. ഇപ്പം ഞാൻ എണ്ണീറ്റത് തന്നെ ഒരു 12 സംതിങ് ഐ തിങ്ക് അത്രയായി. കാര്യം 2 days ആയിട്ട് എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ലൈക്ക് ഒരു 1 വീക്കായിട്ട്. അപ്പം ഞാൻ രാത്രിയിൽ കുറച്ച് ലേറ്റായിട്ടൊക്കെ കിടന്നുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിന് ചുറ്റും ഇങ്ങനെ കറുപ്പ് വീഴാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് നാളെ അവധിയാണ്, മറ്റന്നാൾ എക്സാം ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ ഉറക്കം ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ടൈം എടുത്തു ഉറങ്ങാൻ. ആൻഡ് എനിക്ക് ചത്തുറക്കമായിരുന്നു. ഞാൻ ഉറങ്ങി ആന കുത്തിയാലും എനിക്കത്ര സ്വഭാവക്കാരിയാണ് ഞാൻ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് കിടക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്തുവാ എടുക്കാൻ, ഒന്നുമില്ല എടുക്കാൻ. പിന്നെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, അതിൽ ആ ഡേയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് വെച്ചിട്ട് ചെയ്യാമെന്നാണ്. പിന്നെ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മെയിൻലി പഠിക്കാനുണ്ട്. അപ്പോൾ തൃശ്ശിയും തസ്നിയും വിളിക്കും. സോ അപ്പം തസ്നി പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടൻസി ആണ്. സോ എനിക്ക് അക്കൗണ്ടൻസി വലിയ പിടുത്തമില്ല. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു. അല്ല, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അതൊരു മറന്നുപോയി, 2 വർഷമായില്ല. എനിവേ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് കുറച്ച് പാടാണ്. അപ്പം ആരെങ്കിലും ഒന്ന് ഗൈഡ് ചെയ്തെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പഠിപ്പിച്ചു തന്നെ എനിക്ക് ചെയ്യാനാണ് പറ്റും. ആ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചെങ്കിൽ എനിക്ക് ആരെങ്കിലും പുഷ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ വേറൊരു കാര്യം, വേറെ കുറേ കാര്യങ്ങൾ ഞാൻ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞ് ചെയ്തു. ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. തുണി വിരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു. അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്നാൽ പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നത്. സോ നമുക്ക് ഇന്നത്തെ ഒരു പ്ലാൻ അതാണ്. രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേനും മെയിൻ ആയിട്ടുള്ള പ്ലാനാണത്. ക്ലീ 2022 ഞാൻ എഴുതിയ സമയത്ത് ഞാൻ ഫോളോ അപ്പ് ചെയ്ത മെത്തേഡും ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒന്ന് വീട്ടിലിരുന്ന് പഠിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ ഡീപ്പായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വല്ലപ്പോഴും ഒക്കെയാണ് ഞാൻ ആക്ച്വലി വീട്ടിലേക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാറ്. അപ്പം ഞാൻ വെച്ച് ഇന്ന് എന്തായാലും താമര ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ. കാര്യം അവളൊന്ന് വീഡിയോ കോൾ ചെയ്തിരുന്നു, എനിക്ക് അപ്പം എടുക്കാൻ പറ്റിയില്ല. എനിവേ അവളെ വിളിച്ചു, അവളെ കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു. അപ്പത്തിന് ചിരിച്ചുകൊണ്ട് നിൽക്കുക, പോസിങ് ആണ്. എനിവേ പിന്നെ കുറച്ച് മെയിൽസും കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഇതൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. കാര്യം നമുക്ക് സെം എക്സാം നടക്കുകയാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. കാര്യം കുറേ വ്ലോഗായി ഇപ്പം തന്നെ. എൻ്റെ എല്ലാ സെം, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സെം എക്സാമിലാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. എനിവേ കുറേ നേരം അതിലേക്ക് മാറ്റി വെച്ചു, കുറേ പഠിച്ചു. കാര്യം പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഞാൻ പഠിച്ച പോലെ ഒരു സബ്ജക്റ്റ് ഒരു ചാപ്റ്ററിൽ നിന്ന് പോലും ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത വിധത്തിൽ നമ്മൾ പെട്ടുപോയിരുന്നു ആ എക്സാമിന്.
എന്തായാലും ഞങ്ങളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ മറ്റേ ഫോണിലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ അത് നോക്കിയാണ് പഠിക്കുന്നത്. കാര്യം നമ്മൾ നോട്ട്സൊക്കെ കുറവാണ് നമുക്ക് എഴുതുന്നത്. അങ്ങനെ നേരെ അടുക്കളയിൽ പോയപ്പോൾ പിന്നെ വിശപ്പായപ്പോഴത്തേന് എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ ഐസ് ഇട്ട് വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഐസ് ക്യൂബ് ഇട്ടിട്ട് വെള്ളം ഞാൻ കുടിക്കും ഫിൽറ്ററിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടുക്കളയിലോട്ട് വന്നത്, അല്ലാണ്ട് ഫുഡ് മേക്ക് ചെയ്യാനുള്ള വരവല്ലിത്. എനിവേ നമ്മുടെ ഫിൽറ്റർ ഒന്ന് കേടായിരുന്നു, പിന്നെ അവർ ശരിയാക്കി തന്നു. അപ്പോഴത്തേനും വെള്ളമൊക്കെ എടുക്കാൻ ഇപ്പോൾ എളുപ്പം. നേരത്തെ നമുക്ക് പൈപ്പിലെ വെള്ളം എടുക്കണമായിരുന്നു, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഐസ് ക്യൂബ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഐസ് ക്യൂബ് ഇട്ട വെള്ളം എനിക്ക് നോർമൽ തണുത്ത വെള്ളത്തേക്കുള്ള ഐസ് ക്യൂബ് ഇട്ട വെള്ളം ഭയങ്കര ഇഷ്ടം. കാര്യം ഒരു ചെറിയ തണുപ്പും പിന്നെ ഐസ് ക്യൂബ് കഴിക്കാനും കിട്ടുമല്ലോ, അങ്ങനെ അതുകൊണ്ട് ബിസ്ക്കറ്റും വെള്ളവും കഴിക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇടയ്ക്കിടയ്ക്ക് പഠിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയുണ്ട്, എനിക്കത് ഇഷ്ടമാണ്. സോ അത് രണ്ടുമായിട്ട് ഞാൻ നേരെ പോയി. ബിസ്ക്കറ്റ് അവിടെ എല്ലാം വീണു, പൊടിയായി, ഉറുമ്പായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളായി. എനിവേ വെള്ളം കുടിച്ചിട്ട് ആകാം എന്നുള്ള എൻ്റെ ഉദ്ദേശത്തിന് പുറത്ത് ഞാൻ വെള്ളം കൂടി ആരംഭിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു മനസ്സിലൊരു പൂതി, മുടി എന്ന 2 സൈഡിലേക്കും കെട്ടിവെക്കാമെന്ന്. അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു. ഇത് ഉദ്ദേശം വേറെ ഒന്നുകൂടിയാണ്. കാര്യം മുടി പിന്നെ ഒരു വീഡിയോ കൂടി എടുക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൽ. സോ അപ്പോൾ അതിന് മുടി ഇച്ചിരി നന്നായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഞാൻ പിന്നി ഇട്ടു. സോ ഞാൻ വിചാരിച്ചു നമ്മുടെ സൗണ്ട് ഓഡിബിൾ ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, ഭയങ്കര ചൂടാണ്. സോ നമ്മുടെ ക്ലിയർ ആസ്പിറൻസിന് വേണ്ടിയിട്ട് എൻ്റേതായ രീതിയിൽ ഒരു ചെറിയൊരു ടൈം ടേബിളും കുറച്ച് ഇൻസ്ട്രക്ഷൻസും ഒക്കെയാണ് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ അത് നല്ല ആവത്തില്ലേ. സോ ഞാനത് ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ഗൈസ്. നല്ല വെയിലാണ്, അതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇവിടെ. എനിവേ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ലൈക്ക് ഈ വീഡിയോയിൽ തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഷോർട്സ് ആയിട്ട് ഇടുന്നില്ല, കാര്യം കുറേ ഗെറ്റ് റെഡി വിത്ത് മീ ആയി, എല്ലാവരും വെറുപ്പിക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് പോകാം. ഫോർ യൂട്യൂബ് വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് പോകാം. നമുക്ക് ഡ്രസ്സസ് ഒക്കെ ആദ്യം ഒന്ന് എടുക്കാം. കബോർഡിൽ എല്ലാ ഡ്രസ്സുകളും ഭയങ്കരമായിട്ട് അലങ്കുലത്തായിട്ട് കിടക്കുക. കാര്യം വേറൊന്നുമല്ല, എനിക്കായാലും കാത്തൂനായാലും ഇമുനയ്ക്കായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്യൂട്ടിയും ജോബും ഒക്കെ ലൈക്ക് പഠിക്കുകയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ എങ്ങനെയോ തപ്പി പിറക്കി ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ആൻഡ് അത് പിന്നെ അടയ്ക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ, അതെല്ലാം കുത്തിക്കിട്ട് നമ്മൾ അടയ്ക്കും. അപ്പോൾ നമുക്ക് ഇതിടാം. ഈ എന്നുവെച്ചാൽ വലുതായിട്ട് നമുക്ക് മേക്കപ്സ് ഒന്നും കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമുക്ക് ഫാൻ ഓഫ് ചെയ്യാം, ബിക്കോസ് എനിക്ക് ഒട്ടും കേൾക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. നമുക്ക് ഫാൻ ആൻഡ് നെക്സ്റ്റ് വൺ വി ആർ ഗോയിങ് ടു അഴിക്കൽ ദിസ് സൈഡ്. ഒരു കുന്നുകൂടി വരുന്നുണ്ട് വീണ്ടും, ഞാനത് പക്ഷേ കാര്യമാക്കുന്ന. പക്ഷേ നമുക്കൊരു നല്ലൊരു ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പിന്നി കെട്ടിയിട്ടില്ലേ, ഇങ്ങനെ ഇപ്പം ഞാൻ കെട്ടിയില്ലേ, അങ്ങനെ നമ്മൾ കെട്ടിയിട്ട് മുടി നമ്മൾ അയച്ചിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെ ജമ്പ് ചെയ്യും മുടി. ഓക്കെ, നമുക്ക് മൊത്തോട്ട് കിടക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് തുടയ്ക്കാം. ഈ തുണി വെച്ചാൽ നമുക്കൊന്ന് തുടയ്ക്കാം. അയ്യോ കുത്തിയൊക്കെ ഇളകി പോകും ഗൈസ്. ഞാൻ പിന്നെ ഒരു പുതിയ ഐറ്റം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഐറ്റം ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സാധാരണ ഞാൻ കണ്ണൊന്നും ഇല്ലാത്ത ആളാണ്, ബട്ട് ടുഡേ ഞാൻ വിചാരിക്കും കണ്ടില്ല. സോ ഞാൻ വേറെ ക്രീമും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒരു പൗഡർ, ടാൽക്കം പൗഡർ തന്നെ ഇടാന്ന് വരുന്നത്. കാര്യം ഒന്ന് ഫ്രഷ് അപ്പിന് വേണ്ടിയിട്ടാണ്. കാര്യം വേറൊന്നുമല്ല, ഞാൻ അകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് മോയ്സ്ചറൈസറും എല്ലാം കൂടെ വാരിയിട്ട് കുളമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഞാൻ ഓൾറെഡി പിന്നീട് കുളിക്കണം. സോ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആരും ഭൂതമല്ല, ഞാനാണ്. കണ്ടു ഒരു ഫ്രഷ്നെസ് കിട്ടിയില്ലേ നമുക്ക്. നമ്മുടെ സ്കിൻ കെയർ സംഭവങ്ങളൊക്കെ ഇപ്പം വരുന്നതിന് കുറേ നാൾ മുന്നേ തൊട്ടേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇപ്പം ആർക്കും വേണ്ട. ഞാൻ ഇഷ്ടപ്പെടുന്നു, എനിക്കിഷ്ടമാണ്. പിന്നെ പൊഴിച്ചുകൂടാൻ പറ്റുന്ന ഉറക്കത്തിൽ ഞാൻ ലിപ്സ്റ്റിക് കൊണ്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് നമ്മൾ മുകളിലത്തെ ആ ലൈനിങ് മാത്രം ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യത്തില്ല. കുറച്ച് മീഡിയം ലെവലിൽ ലിപ്സ്റ്റിക്ക് കിടക്കും. ഭയങ്കരമായിട്ട് തോന്നിക്കത്തില്ല, എന്നാൽ ഇട്ടൊന്നും തോന്നിക്കും. സോ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ ചെയ്യാറ്. ഞാൻ യൂട്യൂബ് വീഡിയോയിൽ സാധാരണ ഞാൻ ഇത്രയും മേക്കപ്പേ ചെയ്യാറുള്ളൂ. നിങ്ങൾ ഫുൾ മേക്കപ്പ് ഒന്നും ഇവിടെ ഞാൻ പറഞ്ഞത് ഓൾറെഡി പുതിയ ഹാക്കല്ല പുതിയ കണ്ടുപിടിച്ചത്.
സാധനം എടുക്കാൻ പോയതാണെന്ന് അല്ല, ഞാൻ ഐലൈനർ എടുക്കാൻ പോയതാണ്. എനിക്ക് ആക്ച്വലി അത് എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല, കാര്യം ഞാൻ അത് ഉപയോഗിക്കാറില്ല. കാത്തുവാണ് അതിൻ്റെ ആൾ. സോ കാത്തുവിൻ്റെ ഡെപ്പയ്ക്കകത്തും നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് പിള്ളേച്ച. നമുക്കൊന്ന് എഴുതി നോക്കാം. ആളങ്ങ് മാറിപ്പോയില്ല. ഞാൻ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 എൻഡിലായിട്ട് ജസ്റ്റ് ഒന്ന് കറുപ്പിച്ചു കൊടുക്കാം. കാര്യം ഓവറായിട്ട് എഴുതി എനിക്ക് ചേരില്ല. അപ്പോഴേ എനിക്ക് തോന്നി എൻ്റെ ആക്റ്റൊക്കെ ചളവാകുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. എനിവേ നമുക്ക് ഇത്രയേ ഉള്ളൂ. വലിയ മാറ്റമൊന്നുമില്ലല്ലേ? ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് യൂട്യൂബ് നമ്മുടെ ടി ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ള കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാനാണ് ആകെപ്പാട് ക്ഷീണിച്ചു. ഞാൻ വിയർത്തൊഴുകി ഒരു പരുവമായി ഗൈസ്. എനിക്കിനി അതുകൊണ്ട് തന്നെ ഞാൻ ഫാനിട്ടു. നിങ്ങൾക്ക് സൗണ്ട് ഉണ്ടോ? അപ്പം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം, കിടക്കട്ടെ. അപ്പം ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ ക്ലീൻ്റെ വീഡിയോ ഉണ്ടാവും. അയ്യോ, ഞാൻ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ വീഡിയോ എടുത്തോളൂ. അപ്പം ക്ലീൻ്റെ വീഡിയോ ഇടും, അപ്പം കാണണം. ഞാനപ്പം ചോറ് വെക്കാം എന്ന് കരുതുന്നു. ദിസ് ഈസ് ദ പ്ലേസ്. ഇവിടെ ഓക്കെ, നമുക്ക് ചോറ് വെക്കാനുള്ള പാത്രം കരി എടുക്കണമല്ലോ. ഞാൻ മാത്രമുള്ള ഈ ഒരു ടൈം പീരീഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എൻ്റെതായ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. എനിക്ക് വേണ്ടി ടൈം കളയല്ല, ടൈം എടുക്കുന്നു. ഞാൻ കുറേ സെൽഫ് ടൈം എന്നൊക്കെ പറയില്ലേ, മീ ടൈം എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. എനിക്കപ്പം ഒരുപാട് ജോലി ചെയ്യാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതിൽ ഭയങ്കരമായ ഹാപ്പി കണ്ടെത്തുന്നു. അപ്പം ഞാൻ അരി വെച്ചു. അരിയും പിന്നെ നമുക്ക് പപ്പടം കാച്ചണമല്ലോ. സോ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാവണം, എണ്ണ ഒഴിക്കണം എന്നൊക്കെ എനിക്കറിയാൻ പറ്റും. പക്ഷെ പപ്പടം അങ്ങ് കരിഞ്ഞു പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കിപ്പോൾ കാണാം, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണിത്. ഫസ്റ്റ് അറ്റംപ്റ്റ് പിന്നെ വേറെ ഷോയൊക്കെ കാണിച്ച് എണ്ണയൊക്കെ ഒഴിച്ചു. ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പപ്പടം ഇട്ടപ്പോൾ ആദ്യം തന്നെ അത് വളഞ്ഞു പോയി, ഒടിഞ്ഞ് മടങ്ങിപ്പോയി. എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുറവശം ഫുൾ ഇതായിരുന്നു അവസ്ഥ. വീണ്ടും ഞാൻ പിൻവാങ്ങിയില്ല. ഞാൻ വീണ്ടും പപ്പടം ഇട്ടുകൊണ്ടിരുന്നു. ഇട്ടപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിലും നമ്മൾ ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. വളരെ ഭംഗിയായി ഞാനത് കരിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്താ ഇങ്ങനെ കരിയുന്നതെന്ന് എനിക്കറിയില്ല. ചൂട് കൂട്ടിയിട്ടിട്ടാണെന്നാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം. എനിവേ ഞാൻ മൂന്നാമത് ചൂടൊക്കെ കുറച്ചിട്ട് എടുത്തപ്പോൾ വലിയ കരിയൊന്നും ഇല്ലാണ്ട് നമുക്കൊരു പപ്പടം ചുട്ട് കിട്ടി. സോ പപ്പടവും മാത്രം കൂട്ടി കഴിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എന്തോ ഒരു തട്ടിക്കൂട്ട് സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ നമ്മൾ തേങ്ങ കൊത്തി അരിഞ്ഞതും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് വഴറ്റി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്തൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ഒരു ചമ്മന്തി പോലെ, എന്നാൽ ചമ്മന്തിയിൽ ഒരു കുറുകിയ എന്തോ ഒരു സാധനം, ഇങ്ങനെ പേരിപ്പോഴും അറിയില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ പണിയിലായിരുന്നു. അതെങ്ങനെ ഒന്ന് എൻഡ് ചെയ്യിക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ അരിയൊക്കെ വെന്തപ്പോഴത്തേനും ഞാൻ എപ്പോൾ അരി വെച്ചാലും കരിഞ്ഞു പോവോ, ഞാൻ അടുപ്പയിൽ അരി വെച്ചിട്ട് അങ്ങ് പോകും എവിടെയെങ്കിലും, ഞാൻ മറന്നു. പക്ഷേ ഈ തവണ ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. അമ്മയും പറഞ്ഞു അത്. നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റേജിലാണ്. കറി പപ്പടം റെഡി, അതുപോലെ അങ്ങനെ പപ്പടവും കഞ്ഞിയും കുടിക്കാനുള്ള നിലയിൽ നിന്ന് നമ്മൾ ചോറ് കഴിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. കാര്യം നമുക്ക് എക്സാമും കൂടെ ആണല്ലോ, അപ്പം ഞാനിത് രണ്ടും കൂടെ മാനേജ് ചെയ്യണമായിരുന്നു. ചായ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നതാണ്. ചായ ഇത് കൊടുക്കും. കാത്തു ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേനും നല്ല ചൂട് ഉഴുന്നുവടയും വാഴയ്ക്കാപ്പം, ഇവിടെയൊക്കെ വാഴയ്ക്കാപ്പം എന്നാണ് പറയുന്നത്. എൻ്റെ നാട്ടിൽ അതിന് ഏത്തയ്ക്ക അപ്പം എന്നാണ് പറയുന്നത്. ഇവിടെ വന്ന് ഏത്തയ്ക്കാപ്പം എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടി നോക്കുകയാണ്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഒരു കുളി അങ്ങ് പാസ്സാക്കി. കുളിയൊക്കെ കഴിഞ്ഞു, നല്ല സൂപ്പറായിട്ടൊരു കുളിയൊക്കെ കഴിഞ്ഞു. ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നൈറ്റ് എനിക്കൊന്നും വിശപ്പില്ല.
ഞാൻ എന്തെങ്കിലും വിശക്കുവാണെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റ് വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഉച്ചക്കത്തേക്ക് മാത്രം നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊള്ളായിരുന്നല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിരുന്ന് പഠിക്കുക, കിടന്നുറങ്ങുക സുഖമായിട്ട്. നാളെ അവധിയാണ്, മറ്റന്നാൾ എക്സാം ഉണ്ട്. അപ്പം മൊത്തം അതൊക്കെ. അപ്പം വേറെ ഒന്നുമില്ല. ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് ഇത് പറയാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ലൈഫ് മുഴുവൻ ഞാൻ ഒപ്പിയെടുത്തിട്ടൊന്നുമില്ല. BJ അങ്ങനെ തന്നെ പറയാൻ പറ്റും. എനിവേ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.